ഹായ് ഫ്രണ്ട്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വയറ്റിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കത്തിച്ച് കളയുന്ന കുറച്ച് ഡ്രിങ്ക്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്നവരും അതുപോലെ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരുമാണെങ്കിൽ ലൈക്കും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്ത് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ അനവധി ആളുകൾ അമിതമായ ഭക്ഷണവും അതുപോലെ കൊഴുപ്പ് അമിതമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വഴി അവരുടെ വയറിൽ കൊഴുപ്പടിഞ്ഞുകൂടി അവർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ഡ്രിങ്ക്സിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമായി നമ്മൾക്ക് ചിട്ടയായ വ്യായാമം ഇതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണം ക്രമീകരിക്കുന്നതും ഇതിന് അത്യാവശ്യമാണ്. ആദ്യമായി ഇതിന് വേണ്ടുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് നാരങ്ങാ വെള്ളമാണ്. നാരങ്ങാ വെള്ളത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിലൊരു ക്ലെൻസറായി പ്രവർത്തിക്കുന്നു. വയറിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും അത് ക്ലീനാക്കി കളയുന്നു. ഇത് നാരങ്ങാ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ പറ്റുകയില്ല. നാരങ്ങാ വെള്ളത്തിനൊപ്പം തന്നെ തേനും കൂടി മിക്സ് ആക്കണം. തേൻ എന്ന് പറയുന്നത് നല്ലൊരു അണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള തൈമോക്യാനിൻ എന്ന ഘടകം തേനിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഈ നാരങ്ങാ നീരും തേനും കൂടി മിക്സ് ചെയ്ത് അത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ വയറിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ പൂർണ്ണമായും അത് പുറന്തള്ളുന്നു. അതുവഴി വയറിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകൾ ഇല്ലാതാകുന്നു. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും മാറുന്നതാണ്. രണ്ടാമതായിട്ട് ജീരകവെള്ളമാണ്. ജീരകവെള്ളവും നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വളരെ ഗുണം നൽകുന്ന ഒന്നാണ്. ജീരകത്തിൽ പ്രോബയോട്ടിക്കുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വയർ സംബന്ധമായ രോഗങ്ങൾക്കും വയർ വീർത്ത് വരുന്നത് തടയുന്നതിനുമെല്ലാം ഈ ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ജീരകവെള്ളത്തിൽ ആൻറ്റിബയോട്ടിക്കും അടങ്ങിയിട്ടുണ്ട്. ഇത് വയറ്റിലെ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ കത്തിച്ച് കളയാൻ നല്ല സഹായിക്കുന്നു. അതുപോലെ വയറിലുണ്ടാകുന്ന അണുക്കളുടെ പ്രശ്നങ്ങളും എല്ലാം മാറുന്നതിന് ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ സംഭാരമാണ് അടുത്തത്. സംഭാരത്തിലും നമ്മുടെ വയറ്റിലുണ്ടാകുന്ന കൊഴുപ്പിനെ നശിപ്പിക്കാൻ കഴിവുള്ള കാച്ചിൻ എന്ന് പറയുന്ന ഒരു ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിൽ ചേർക്കുന്ന ജീരകം അതുപോലെ ഇഞ്ചി, കറിവേപ്പില തുടങ്ങിയ ഘടകങ്ങളൊക്കെ നമ്മുടെ വയറിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇത് വയറ് സംബന്ധമായി ഏത് പ്രശ്നമുള്ളവർക്കും ഒരു നല്ല പാനീയമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഈ സംഭാരം നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഈ കൊഴുപ്പിനെ കത്തിച്ച് കളയുന്നതിന് വളരെ ഗുണം ചെയ്യുന്നത്. ഇത് നമ്മളുടെ ശരീരത്തിന് നല്ല എഫക്റ്റീവ് ഗുണം, നമുക്ക് നല്ല ഊർജ്ജസ്വലതയും ഒക്കെ പ്രദാനം ചെയ്യാൻ സംഭാരം നിരന്തരം നമ്മുടെ പാനീയമായി ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നീടുള്ളത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയും നല്ല രീതിയിൽ കൊഴുപ്പിനെ കത്തിച്ച് കളയുന്ന ഒരു വസ്തു കൂടിയാണ്. ഇത് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് നല്ല ഗുണം നൽകുന്നു. അതുപോലെ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ദിവസം തോറും ഊർജ്ജസ്വലമായിട്ട് ഇരിക്കാനുമൊക്കെ നമ്മൾക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കാവുന്നതാണ്. ഗ്രീൻ ടീ
ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഗ്രീൻ ടീക്കൊപ്പം ഒരു സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്താൽ അത് നമ്മുടെ വയറ്റിൽ ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കും. അതുവഴി നമ്മുടെ കൊഴുപ്പിനെ അത് പൂർണ്ണമായും പുറന്തള്ളാൻ സഹായിക്കും. പിന്നീടുള്ളത് കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ട പൊടിച്ച് അത് പാനീയമുണ്ടാക്കുക. അതിനൊപ്പം തന്നെ ജീരകം, ഇഞ്ചി, കുറച്ച് കുരുമുളക് എന്നിവയെല്ലാം ചേർത്ത് പാനീയമുണ്ടാക്കി തിളപ്പിച്ച് അത് കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ വയറ്റിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് പൂർണ്ണമായും പുറന്തള്ളാൻ സഹായിക്കുന്നു. ഈ പാനീയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ പരീക്ഷിച്ചാൽ ഈ രോഗം മൂലം പ്രശ്നമുണ്ടാകുന്നവർക്ക് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ